നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവോണം മെമ്പർ നറുക്കെടുപ്പ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മന്ത്രി KN ബാലഗോപാലാണ് നറുക്കെടുപ്പ് നിർവഹിക്കുക. ഒന്നാം സമ്മാനം 25 കോടി രൂപ. അമൃതപുരിയിൽ പരിസ്ഥിതി സുസ്ഥിര വികസന പ്രദർശനമേള. ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് മേള ഒരുക്കിയത്. മാതാ അമൃതാനന്ദമയ്യയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും ശക്തമായ മഴ സാധ്യതയാണുള്ളത്. ഇവിടെ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നതായും രാത്രിയിൽ ഉൾപ്പെടെ ശക്തമായ മഴയുണ്ടാകുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. തീരങ്ങൾ കേന്ദ്രീകരിച്ചും സുരക്ഷാ മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശനിയാഴ്ച വരെ വിലക്ക് തുടരും. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ഇതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മധ്യകിഴക്കൻ ബംഗാൾ കടലിൽ ശക്തി കൂടിയ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനമാണ് കേരളത്തിൽ മഴയ്ക്കും കാറ്റിനും കാരണമായിട്ടുള്ളത്. അടുത്ത 12 മണിക്കൂറിൽ ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്. അതിനാലാണ് അടുത്ത 3 ദിവസം പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുള്ളത്. ന്യൂസ് ഡെസ്ക്. ചെളിയിൽ പൊതിഞ്ഞ ലോറി കയറ്റാൻ സഹായവുമായി RRT സംഘം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇടമണ്ണിലാണ് സംഭവം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇടമണ്ണിലാണ് ലോറി ചെളിയിൽ പുതഞ്ഞത്. ഇതേ തുടർന്ന് നിസ്സഹായനായി ലോറി ഡ്രൈവർ RRT വാഹനത്തിന് കൈകാണിച്ച് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് RRT സംഘമെത്തി വാഹനം ചെളിയിൽ നിന്നും കയറ്റാൻ സഹായിച്ചത്. വീടിനുള്ളിൽ കയറിയ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് മടങ്ങുന്ന വഴിയാണ് ലോറി ഡ്രൈവർ RRT വാഹനത്തിന് പുലർച്ചെ 2:30 സംഭവം. ന്യൂസ് ബ്യൂറോ, തെന്മല. അമൃതപുരിയിൽ പരിസ്ഥിതി സുസ്ഥിര വികസന പ്രദർശനമേള സംഘടിപ്പിച്ചു. ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് മേള ഒരുക്കിയത്. മാതാ അമൃതാനന്ദമയ്യയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത്. ഭൂമിയിൽ നമുക്കുള്ള കടമകളെ ഓർമ്മപ്പെടുത്തുന്ന സന്ദേശങ്ങളടങ്ങിയതാണ് പ്രദർശനമേള. പരിസ്ഥിതി സൗഹൃദം, പ്രകൃതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനവും പുനരുപയോഗവും, വിഭവങ്ങളുടെ മാതൃകാപൂർണമായ മിത ഉപഭോഗം, സുസ്ഥിര വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ മാതൃകാപരമായി നടപ്പാക്കിയെന്നതാണ് പ്രദർശന നഗരിയിലെ ഓരോ സ്റ്റാളുകളിലൂടെയും വിശദമാകുന്നത്. മേളയുടെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് 27-ാം തീയതി ഞങ്ങളുടെ നാട് ലോകത്തിൻ്റെ തന്നെ പരിച്ഛേദമായി മാറുകയാണ്. ഇത്തവണ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രവർത്തനം ഒരു എക്സിബിഷനിലൂടെ, ഒരു പ്രദർശനത്തിലൂടെ ആളുകൾക്ക് വന്ന് കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും നിർവൃതി അടയുന്നതിനും വേണ്ടുന്ന വിധത്തിൽ ഒരു എക്സിബിഷൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ചടങ്ങിൽ പ്രശാന്ത് നായർ IAS സുസ്ഥിര വികസന സന്ദേശം നൽകി. സ്വാമി തപസ്യാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, അമൃത സർവകലാശാല അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ദേവിദാസ് ചൈതന്യ, അമൃത സർവകലാശാല
പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ്, ദീപ്തി രവീന്ദ്രൻ, ദീപ്തി, വിഷ്ണു വിജയ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി സ്നേഹികളെയും സന്നദ്ധ സേവകരെയും ചടങ്ങിൽ ആദരിച്ചു. ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് പ്രദർശനമേള സംഘടിപ്പിക്കുന്നത്. മാതാ അമൃതാനന്ദമയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള ഒരുക്കിയത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, പ്രകൃതിയെ ഭിന്നമാക്കി നിർത്താതെ മനുഷ്യരും പ്രകൃതിയും ഭിന്നരല്ല എന്നുള്ള ഒരു തിയറി ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ത്വക്ക് രോഗ പരിശോധനാ ക്യാമ്പ് നടത്തി. സ്വച്ഛ് ഹി സേവ 2025ന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. 23 വാർഡുകളിലെ 46 ഹരിതകർമ്മ സേനാംഗങ്ങളെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകളും നൽകി. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് ത്വക്ക് രോഗ പരിശോധനാ ക്യാമ്പ് നടത്തിയത്. സ്വച്ഛ് ഹി സേവ 2025ന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായാണ് പരിശോധനാ ക്യാമ്പ് നടത്തിയത്. 23 വാർഡുകളിലെ 46 ഹരിതകർമ്മ സേനാംഗങ്ങളെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകളും വിതരണം ചെയ്തു. തൊടിയൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ നിർവഹിച്ചു. അതായത് 45 വരുന്ന ഹരിതകർമ്മ സേനക്കാർക്ക് സ്കിന്നിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പ്, അതിൻ്റെ പരിശോധനയും അതിന് സൗജന്യമായിട്ട് അതിൻ്റെ മരുന്നുകൾ നമുക്കറിയാം. നമ്മുടെ സെലീന ഡോക്ടറാണ് ഇത് സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത്. ഗവൺമെൻറ് എറണാകുളം താലൂക്ക് ഹോസ്പിറ്റലിലെ സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. നമ്മുടെ അയൽവാസിയാണ്. അപ്പോൾ ഡോക്ടർ എന്തുകൊണ്ടും മുഴുവൻ ആളുകളെ, അതായത് പറഞ്ഞപ്പോൾ തന്നെ മെഡിക്കൽ ഓഫീസർ സൂപ്രണ്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഡോക്ടറുടെ അനുവാദം ചോദിച്ചു. ഡോക്ടർ സൽവാർന ഇത് സമ്മതിക്കുകയും കൃത്യം 9:45 മണിക്ക് എന്നോട് എത്തി. ഇവിടെ കൊടുക്കുമ്പോഴാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താവുന്നത്. ഏതായാലും ഇത് പരമാവധി നമ്മുടെ ഹരിതകർമ്മ സേനക്കാർ പ്രയോജനപ്പെടുത്തണം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബ്ന ജവാദ് അധ്യക്ഷത വഹിച്ചു. ത്വക്ക് രോഗ വിദഗ്ധ ഡോക്ടർ സെലീന ക്യാമ്പിന് നേതൃത്വം നൽകി. സെക്രട്ടറി സി രാജേന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ശ്രീലക്ഷ്മി, അസിസ്റ്റന്റ് സെക്രട്ടറി കെ സുനിത, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എൽ ശൈലജ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രവീൺ കുമാർ, സീന, IRTC കോർഡിനേറ്റർ ശ്യാമ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള സർക്കാരിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2:30 മന്ത്രി KN ബാലഗോപാലാണ് നറുക്കെടുപ്പ് നിർവഹിക്കുക. ഒന്നാം സമ്മാനമായി 25 കോടി രൂപയാണ് ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 75 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ച് പുറത്തിറക്കിയിരുന്നു. ഇതിനോടകം ഓണം ബമ്പറിന്റെ മുഴുവൻ ടിക്കറ്റുകളും ഏജൻസികൾക്ക് വിതരണം ചെയ്തു. നാളെ ഉച്ചയ്ക്ക് 2 വരെ ടിക്കറ്റുകൾ ലഭ്യമാകും. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും ലഭിക്കും. നാലാം സമ്മാനമായി 10 പരമ്പരകൾക്ക് 5 ലക്ഷം രൂപ വീതവും, അഞ്ചാം സമ്മാനമായി 10 പരമ്പരകൾക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. കൂടാതെ 5000, 2000, 1000, 500 രൂപ വിലയുള്ള നിരവധി സമ്മാനങ്ങളുമുണ്ട്. ഓണം ബമ്പർ ലോട്ടറിക്കുള്ള ആവേശം എവിടെയും ഉണ്ട്. കേരളത്തിനുള്ളിൽ മാത്രമല്ല തമിഴ്നാട്ടിലെയും നിരവധി ആളുകൾ തിരുവോണം ബമ്പർ വാങ്ങാൻ എത്തുന്നുണ്ട്. പാലക്കാട് വാളയാറിലാണ് അതിർത്തി മേഖലകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന 1000 പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി കുന്നിക്കോട് യോഗം സംഘടിപ്പിച്ചു. പ്രതിഷേധ സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ CB വിജയകുമാർ നിർവഹിച്ചു. ഒക്ടോബർ 22-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന 1000 പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് കുന്നിക്കോട്ട് യോഗം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ CB വിജയകുമാർ നിർവഹിച്ചു. 1, 2, 4 വർഷം കുട്ടികൾ കോച്ചിങ് സെന്ററിൽ പോയി കഷ്ടപ്പെട്ടിട്ട് 100-നകത്ത റാങ്കിൽ വന്നാൽ പോലും 50-നകത്ത റാങ്കിൽ വന്നാൽ പോലും അവരെ നിയമിക്കാത്ത ഗതികെട്ടൊരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പഠിച്ചിട്ട് ചെറുപ്പക്കാർ നിൽക്കുകയാണ്. 25,000 പേരെഴുതുന്ന ഒരു പരീക്ഷയിലാണ് അവൻ 100-നകത്ത റാങ്ക് വരുന്നത്. നിസ്സാരമല്ല. 25,000 പേര് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുമ്പോൾ ആ 100-നകത്ത റാങ്ക് വരുന്നവന് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത, അതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരു മുഖ്യമന്ത്രി. എന്താ ചിന്തിക്കാത്തത്? മകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വരികയാണ് അല്ലെ? കരിമണൽ കർത്ത 1.25 കോടി മകളുടെ അക്കൗണ്ടിലേക്ക്. മിണ്ടുന്നില്ല, പൊട്ടം കളിക്കുക. നിങ്ങൾ 50,000 രൂപ ബാങ്കിലോട്ട് കൊണ്ട് ചെന്നിട്ട് വേറൊരു അക്കൗണ്ടിലോട്ട് ഇടാനെന്ന് പറ, എന്തോ ചോദിക്കും? പാൻ കാർഡ് ചോദിക്കും. പാൻ കാർഡ് ഉണ്ടെങ്കിലേ 50,000 രൂപ
മറ്റൊരു അക്കൗണ്ടിലോട്ട് ഇടാൻ പറ്റൂ. 1.25 കോടി കരിമണൽ കർത്തായുടെ കാശ് മോഡ് അക്കൗണ്ടിലേക്ക് വന്നിട്ട് മടി കരവില്ലെന്ന് പറഞ്ഞ് ഉരിഞ്ഞ് നിയമസഭയിലിട്ട് ഇങ്ങനെ കൊടയുന്ന മുഖ്യമന്ത്രി നമ്മൾ കാണുന്നു. ഈ സർവനാശം ഇതിറക്കി വിടാൻ ബഹുജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അതിന്റെ കൂട്ടത്തിലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. 7 മാസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ട് അത് പരിഹരിച്ച് അതിന് ഉത്തരവായിക്കൂടെ? ആ സമരം പിൻവലിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ലേ? കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി മുഖ്യപ്രസംഗം നടത്തി. 26,000 ആശമാരെയും തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടേ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാകുള്ളെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടിയിരിക്കും. കാരണം നമ്മൾ നിരാഹാരം നടത്തി, നമ്മൾ ആ തെരുവിലാണ് ഇരിക്കുന്നത്. കഠിനമായ വെയില്, അത് കഴിഞ്ഞ് കഠിനമായ മഴ, അതിശക്തമായ മഴയും കാറ്റിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു. ആ പൊടി പിടിച്ച നഗരത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കൊരു സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത് സ്ത്രീകൾ ഇരിക്കുകയാണ്. ചെറുപ്പക്കാരായ സ്ത്രീകൾ, പ്രായം ചെന്ന സ്ത്രീകൾ അവിടെ ഇരുന്ന് സമരം ചെയ്യാണ്. പുല്ലുവില. പക്ഷെ ഒരു കാര്യം പറയാം, ഞങ്ങളെ ഭയന്ന് ഈ 7.5 മാസമായി മുഖ്യമന്ത്രി ഞങ്ങളുടെ മുന്നിൽ കൂടെ ഒരു യാത്ര ചെയ്തിട്ടില്ല. അദ്ദേഹം വഴിമാറി മറ്റൊരു വഴി കൂടെയാണ് പോകുന്നത്. ആ മുന്നിൽ കൂടെ പോകാൻ ഈ ഒരു ഭയമില്ലെങ്കിൽ ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ പോകുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ആ മെയിൻ ഗേറ്റ് കടന്ന് ഞങ്ങളുടെ മുന്നിൽ കൂടെ പൊക്കൂടാ? ഞങ്ങൾ രാത്രിയും പകലും അവിടെ നിന്ന് കാണുകയാണ്. അദ്ദേഹം പോയിട്ടില്ല, പോകില്ല. കാരണം അദ്ദേഹത്തിന് ഭയമാണ്. ഈ ഊരിപ്പിടിച്ച വാളിന്റെ കഥ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പുറംപൂച്ചാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം എന്തുകൊണ്ട് ഞങ്ങൾ സമരസമിതിയുടെ 3 സ്ത്രീകളെ കണ്ട് സംസാരിച്ചൂടാ? സമരസമിതിയുടെ നിങ്ങൾ 5 സ്ത്രീകൾ വരൂ, നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം എന്താ പറയാത്തത്? ഞങ്ങൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഭയം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഭയമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഒട്ടും ഭയമില്ല. ആ ഭയമില്ലാത്തത് കൊണ്ട് വരുന്ന 22-ാം തീയതി അദ്ദേഹം താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ പോയി കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 22-ന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കുന്നിക്കോട്ട് നടത്തിയ സമരത്തിൽ സമരസഹായ സമിതി ജനറൽ കൺവീനർ ജി ധ്രുവകുമാർ അധ്യക്ഷത വഹിച്ചു. ഷാജഹാൻ കുന്നിക്കോട്, അഡ്വക്കേറ്റ് നാസർ കാര്യറ, നാജിഹ, പി പ്രശാന്ത് കുമാർ, എ സബീന, ട്വിങ്കിൾ പ്രഭാകരൻ, എച്ച് ഹസീന, അഷറഫ് കുന്നിക്കോട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. നെടുവത്തൂരിൽ ഫുട്ബോൾ മൈതാനം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര ശ്രീധരൻ നായർ ഭരത് മുരളി ഫിലിം കോംപ്ലക്സ് നെടുവത്തൂരിൽ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത വർഷം കേരളോത്സവത്തോടനുബന്ധിച്ച ഫുട്ബോൾ മത്സരം നടത്തി നെടുവത്തൂരിലെ ഫുട്ബോൾ മൈതാനം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാത്തരം കായിക വിനോദങ്ങൾക്കും അനുയോജ്യമായ മൈതാനമാണ് ഒരുക്കുക. എല്ലാ പഞ്ചായത്തുകളിലും പൊതു ഇടങ്ങൾ സജ്ജമാക്കും. കൊട്ടാരക്കര ശ്രീധരൻ നായർ ഭരത് മുരളി ഫിലിം കോംപ്ലക്സ് നെടുവത്തൂരിൽ നിർമ്മിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 10,000 ചതുരശ്ര അടിയിലൊരുങ്ങുന്ന വർക്ക് നിയർ ഹോം IT കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഒക്ടോബർ മാസത്തോടുകൂടി ആരംഭിക്കും. പൂങ്കുംപാറയിൽ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. സ്പോർട്സിന്റെ ഇവന്റുകളിൽ സാധാരണ അധികം പ്രസംഗിക്കാൻ പാടില്ല. തുടങ്ങുമ്പോഴും അതെ, സമാപനം അങ്ങനെയാണ്. ചെറിയ അങ്ങനെയാണ് ഓൺ എന്ന് പറഞ്ഞത്. സമാപനത്തിന് വലിയ പ്രസംഗത്തിന് കാര്യമില്ല, അപ്പോൾ അധികം പ്രസംഗത്തിന്റെ കാര്യമില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് അടുത്ത പ്രാവശ്യം കേരളോത്സവം നടത്താൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ഗ്രൗണ്ടിലായിരിക്കും. അത് അടുത്ത പ്രാവശ്യം കേരളോത്സവം സംഘടിപ്പിക്കുന്നതിൽ നമുക്കൊരു 1-2 ആഴ്ചക്കകം അവിടെ ഒരു ഫുട്ബോൾ മത്സരത്തോടു കൂടി എന്നാണ് ഞാൻ പറഞ്ഞത്. ഫുട്ബോൾ മത്സരമായിരിക്കും നല്ലത്. ഫുട്ബോൾ മത്സരത്തോടു കൂടി ആ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നമുക്ക് നടത്തണം. നല്ല സൗകര്യമുള്ള ഗ്രൗണ്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. മറ്റിനങ്ങളും ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഞാൻ MLA ആയപ്പോൾ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഓരോ ഗ്രൗണ്ടുകൾ വേണം എന്നൊരു കാര്യമെടുത്തത്. കാരണം അത് നമുക്കൊരു അതോടുകൂടി വരുമ്പോഴത്തേക്ക് അതൊരു 2-3 ദിവസം അതൊരു ആക്റ്റീവ് സെന്റർ ആവും. നമുക്ക് ആ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം 2 ആഴ്ചക്കകം നടത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. എല്ലാവരും അധികം താമസിയാതെ നമുക്ക് നടത്താം. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ജ്യോതി അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് V സുമലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. BJP ഒന്നിന്റെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ അനിൽ തിരുമലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് കൊല്ലത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിൽ അന്വേഷണം അനിവാര്യമാണ്.
എയിംസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BJP അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ അനിൽ തിരുമലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPM എങ്ങനെ പറയാ? CPM നടത്തുന്നത് പോലെയുള്ള തട്ടിപ്പ് ഞങ്ങൾ നടത്തുന്നില്ല. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി സഹകരണ തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് കരുവന്നൂരിൽ. BJP അങ്ങനെ എവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പല പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും. ആ വിഷയത്തിൽ ആ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ആ കാര്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അത് നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളുകളാണ്. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തേണ്ടത് BJPയുടെ ആവശ്യവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങളുടെ ആവശ്യമാണ്. CPM-ന്റെ അല്ല ആവശ്യം ഞങ്ങളാണ് ഉന്നയിക്കുന്നത്. CPM-ന്റെ ഒരു കൗൺസിലറുടെ കൈക്കൂലി കേസ് ഒതുക്കി തീർക്കാനും അത് ജനശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടാനും വേണ്ടി CPM നടത്തിയിട്ടുള്ള പരിശ്രമം, പോലീസിനെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അനിലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, ആ ശ്രമമാണ് അവസാനം മരണത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. കേരളത്തിലെ മറ്റ് നിരവധി സഹകരണ സംഘങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇതിനേക്കാൾ ഭീമമായിട്ടുള്ള ഇവിടെ തട്ടിപ്പ് നടന്നിട്ടില്ല. ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങൾ, ആ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ പോലീസ് അവിടുത്തെ പ്രസിഡന്റുമാരെ വിളിച്ചു വരുത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ മാത്രം പെട്ടെന്ന് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് എന്തിന്, ആരുടെ താല്പര്യപ്രകാരമാണ്? അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം. എയിംസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BJP അല്ലെന്നും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP അല്ലല്ല തീരുമാനം എടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണം എന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. BJP സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് വേണമെന്ന് പറയും. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ കൊല്ലത്ത് വേണം എന്നല്ലാതെ നിങ്ങൾ എന്തൊക്കെ പറയും? ഇതേപോലെയുള്ള സ്വാഭാവികമല്ലേ. ശബരിമലയിലെ പുതിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട NSSന്റെ നിലപാട് മാറ്റം അവർ തന്നെയാണ് പരസ്യമായി വ്യക്തമാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാര്യത്തിൽ കേരള സർക്കാർ ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്തിട്ടില്ല. ഇപ്പോഴും സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പുതിയ സത്യവാങ്മൂലം നൽകുമോ? പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം കേരള ഗവൺമെന്റും കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകളും അവരുടെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ? ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ചവറയിൽ ശുചീകരണം നടത്തി. ശുചിത്വോത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണം നടത്തി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒക്ടോബർ 2 വരെ ശുചിത്വോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ചവറ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം കോട്ടക്കകം വാർഡിൽ സബ് സെന്ററിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ ശുചിത്വോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് ഭാരത് മിഷന്റെ നിർദ്ദേശപ്രകാരം തീരുമാനപ്രകാരം സ്വച്ഛതാ ഹി സേവ എന്ന ജനകീയ ക്യാമ്പയിന്റെ പ്രവർത്തനം ചവറ ഗ്രാമപഞ്ചായത്തിലുടനീളം 23 വാർഡുകളിലും വളരെ ഗംഭീരമായിട്ട് ആചരിക്കുകയാണ്. ഇതിന് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാവർക്കർമാർ എന്നിവരുടെയൊക്കെ വിപുലമായ യോഗം വിളിച്ചു. ഇന്ന് 25-ാം തീയതി ചവറ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലും മാലിന്യ പ്രദേശങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ള വളരെ
ഗൗരവമായിട്ടുള്ള വളരെ സേവന തൽപരതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തി വരികയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രാദേശിക സർക്കാരും ചേർന്നുകൊണ്ട് നമ്മുടെ സ്വച്ഛതാ ഹി സേവന ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ചവറ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡിൽ ശുചിത്വ പരിപാടികൾ ക്യാമ്പയിൻ നടത്തുകയാണ്. അപ്പോൾ എല്ലാ വാർഡിലും ഈ സമയം ശുചിത്വ ദിവസമായി എല്ലാവരും ആചരിക്കുകയാണ്. സെക്രട്ടറി വി മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു, പ്രദീപ് സി കുളത്തൂർ, ജൂനിയർ സൂപ്രണ്ട് ഡെയ്സി ദിലീപ്, എഇ കല, അക്കൗണ്ടന്റ് ജസ്റ്റിൻ ഗോപകുമാർ, വിൻസി, വിനു, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. CPIM തേവലക്കര നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കേരള സർവകലാശാല മുൻ സെനറ്റ് അംഗവുമായിരുന്ന വി അനിൽ BJPയിൽ ചേർന്നു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനിലിന് അംഗത്വം നൽകി. മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളിച്ചേട്ടൻ അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള സ്വാഗതം അരളിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും ഉള്ള ഒരു തുടക്കം തേവലക്കരയിൽ വരും ദിവസങ്ങളിൽ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും. ഒട്ടനവധി ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുവാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ നേരിൽ കണ്ടുകൊണ്ട് വലിയൊരു പരിപാടിയിലൂടെ ഈ തേവലക്കരയിൽ പന്മന മണ്ഡലത്തിൽ ഒരു വിപ്ലവാത്മകമായ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. CPM തേവലക്കര നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി അനിലാണ് BJPയിൽ ചേർന്നത്. കേരള സർവകലാശാല മുൻ സെനറ്റ് അംഗം, വ്യാപാരി വ്യവസായി സമിതി മുൻ ജില്ലാ പ്രസിഡന്റ്, ചവറ റൂറൽ വ്യാപാരി വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റ്, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ചേന്നങ്കര പ്രസിഡന്റ് എന്നീ നിലകളിൽ വി അനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ ചടങ്ങിലാണ് വി അനിൽ BJPയിൽ ചേർന്നത്. മുൻ കേന്ദ്രമന്ത്രിയും BJP മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വി മുരളീധരൻ വി അനിലിന് അംഗത്വം നൽകി. ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട്, BJPയുടെ നിലപാട് ശരിയാണെന്ന് അംഗീകരിക്കുകയും ഇന്ത്യയെ തത്വത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒത്തുചേർന്ന് പോവുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏത് പൗരൻ്റെയും കടമ. വിശേഷിച്ച് ഏറ്റവും കൂടുതൽ ബൗദ്ധികമായ കഴിവുണ്ട് എന്ന് നമ്മൾ തന്നെ പറയുന്ന മലയാളി അതിന് മാതൃകയായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മാതൃകയായിട്ട് ഞാൻ മാറി. ഇന്നു മുതൽ ഞാൻ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളും. ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് വേണ്ടി നിലകൊള്ളുക, അവരെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടി നിലകൊള്ളുക. ഈ രാജ്യത്തിൻ്റെ അഭിമാനം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് പിന്തുണ നൽകി അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവോണം മെമ്പർ നറുക്കെടുപ്പ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മന്ത്രി KN ബാലഗോപാലാണ് നറുക്കെടുപ്പ് നിർവഹിക്കുക. ഒന്നാം സമ്മാനം 25 കോടി രൂപ. അമൃതപുരിയിൽ പരിസ്ഥിതി സുസ്ഥിര വികസന പ്രദർശനമേള. ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് മേള ഒരുക്കിയത്. മാതാ അമൃതാനന്ദമയ്യയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.